everyone, welcome to Eager Learning. ജെൻഡർ ഈക്വാലിറ്റി എന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാനൊരു ആൺകുട്ടി ആയതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നത് എന്നതിനെ കുറിച്ച്? എന്നാൽ നമ്മൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കഥയിലെ കഥാപാത്രമായിട്ടുള്ള ഗുഡ്ലി ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആരായിരുന്നു ഗുഡ്ലി? നമ്മുടെ കനക ശശി എഴുതിയിട്ടുള്ള ഗുഡ്ലി തോ പരായി ഹെ എന്ന കഥയിലെ നായികയാണല്ലേ. അപ്പൊ ഈ നായികയോട് നമ്മുടെ അമ്മായിക്ക് എന്താ ഹിന്ദിയിൽ പറയാ? ബുവ. അപ്പൊ ബുവ പറയുന്നുണ്ട്, എന്താണ്? ഗുഡ്ലി തും പരായി ഹോ. എന്താണ് പറയുന്നത്? ഗുഡ്ലി തും പരായി ഹോ, നീ എന്താണ്? നീ അന്യന്റേതാണ് എന്നാണ് ഇവിടെ അമ്മായി പറയുന്നത്. ഒരു ചെറിയ കുട്ടിയോട് അമ്മായി പറഞ്ഞു കൊടുക്കാണ്, നിന്റെ വീട് ഇതല്ല, നീ അന്യന്റെ സമ്പത്താണ് എന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഗുഡ്ലിയും ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പൊ ഇതല്ലേ എന്റെ വീട്? ഞാൻ ഇവിടെയാണല്ലോ ജനിച്ചു വളർന്നത്. അപ്പൊ ഇതല്ലേ ഇനി എന്റെ വീട്? പിന്നെ ഏതാണ് എന്റെ വീട്? ഇതൊക്കെയാണ് ഗുഡ്ലി ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഗുഡ്ലിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് തന്റെ അമ്മയും യോജിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ഗുഡ്ലിക്ക് വളരെയധികം വിഷമം തോന്നി, അല്ലേ? ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്റെ ചേച്ചിയുടെ കല്യാണ കത്തില് ഗുഡ്ലിയുടെ പേര് മാത്രം വന്നില്ല. അതെന്തുകൊണ്ട് എന്ന ചോദ്യമായിരുന്നു അവൾക്ക് പിന്നെ മനസ്സിലുണ്ടായത്. അങ്ങനെ അവള് താവൂജിയുടെ അടുത്ത്, താവൂജി ആരാണ്? വല്യച്ഛൻ, അല്ലേ? അപ്പൊ വല്യച്ഛന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാണ്, വല്യച്ഛ, എന്റെ പേര് മാത്രം എന്തുകൊണ്ടാണ് ഈ കത്തിൽ വരാത്തത്? ചേട്ടന്റെ മകനായിട്ടില്ല, കുഞ്ഞു മാവയാണ്, അവൻ സംസാരിക്കാൻ പോലും ആയിട്ടില്ല, അവന്റെ പേര് വന്നല്ലോ എന്ന് ചോദിക്കുകയാണല്ലേ. അങ്ങനെ ചോദിക്കുമ്പോ വല്യച്ഛൻ പറയുന്നുണ്ട്, നിന്റെ പേര് നിന്റെ അവിടുത്തെ കത്തിൽ വരും, ഇവിടുത്തെ അല്ല. അപ്പൊ ഇവർക്ക് വീണ്ടും കൺഫ്യൂഷൻ വരികയാണ്. എന്റെ വീട്, നിന്റെ വീട്, അപ്പൊ ഞാൻ ഇവിടുത്തെ അല്ലേ എന്നൊരു കൺഫ്യൂഷൻ ആ കുട്ടിക്ക് വീണ്ടും വരികയാണല്ലേ. ഗുഡ്ലി തും പരായി ഹോ, നീ എന്താണ്? നീ അന്യന്റേതാണ്. അതുപോലെ തന്നെ അമ്മായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഗുഡ്ലി തും ദൂസരേ ഘർ കി അമാനത്ത് ഹോ, നീ മറ്റൊരു വീടിന്റെ സമ്പത്താണ്. അപ്പൊ ഗുഡ്ലി വിചാരിക്കുകയാണ്, ശരിയായിരിക്കും, എന്റെ വീട് ഇതല്ലായിരിക്കും. അപ്പൊ ഞാൻ എന്തിനാണ് ഇവിടെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നത്? പ്രതികരണശേഷിയുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ ഗുഡ്ലി പ്രതികരിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ അച്ഛൻ വന്ന് ചോദിക്കുകയാണ്, മോളെ, ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചോ? അപ്പൊ ഗുഡ്ലി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ മറ്റൊരു വീടിന്റെ സമ്പത്തല്ലേ, ഇതല്ലല്ലോ എന്റെ വീട്, അപ്പൊ ഞാൻ ഇവിടെ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിനുശേഷം തന്റെ വല്യമ്മ, ആരാണ്? തായിജി, അല്ലെ, അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, മോളെ ഗുഡ്ലി, നീ നിന്റെ വല്യച്ഛന് ചായ കൊണ്ടു കൊടുക്ക്. അങ്ങനെ ഗുഡ്ലി അടുക്കളയിലെ പടിയിലേക്ക് പോയിട്ട് വല്യമ്മയോട് പറയുന്നുണ്ട്, എന്താണ്? അയ്യോ വല്യമ്മേ, ഞാൻ ഈ വീട്ടിലെ ആളൊന്നും അല്ലല്ലോ, ഞാൻ എന്താണ്? ഞാൻ മറ്റൊരു വീട്ടിലെ സമ്പത്തല്ലേ, അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതും കേട്ട് വല്യമ്മ എന്താണ്? ചായയും കൊണ്ട് സ്വയം കൊണ്ടുപോയി കൊടുക്കാന്ന് തീരുമാനിക്കും. ഈ സമയത്താണ് അമ്മ പറയുന്നത്, എന്താണ്? മോളെ ഗുഡ്ലി, ഇതിന്റെ ടിഫിനൊക്കെ റെഡിയാക്കി വെക്ക്. അത് കേൾക്കുന്നതിന് മുന്നേ തന്നെ അവൾ എന്താണ് തുടങ്ങിയിരുന്നു, അല്ലെ? ടിഫിനൊക്കെ പാക്ക് ചെയ്യാൻ അവള് തുടങ്ങി. ഈ സമയത്താണ് നമ്മുടെ ഭയ്യ വരുന്നത്. ആര്? നമ്മുടെ ചേട്ടൻ വരുന്നത്. ചേട്ടൻ വന്ന് ഗുഡ്ലിയോട് ചോദിക്കുകയാണ്, ഗുഡ്ലി, നീ ഞാനും ഒരു ഭക്ഷണം കൊടുത്തില്ലേ? അപ്പൊ ഈ ദേഷ്യമൊക്കെ ഇവക്ക് തീർക്കാൻ പറ്റിയ ഒരേ ഒരാളായിരുന്നു ആര്? നമ്മുടെ ചേട്ടൻ, അല്ലെ? ചേട്ടനോട് പറയാണ്, ചേട്ടാ, നീയാണ് ഈ വീടിന്റെ കുലദീപകം, അല്ലെ? നീയാണ് ഈ വീടിന്റെ എല്ലാം. അതുകൊണ്ട് നീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി. ഇനി ഞാൻ എന്താണ്? ഞാൻ മറ്റൊരു വീടിന്റെ സമ്പത്തല്ലേ, അപ്പൊ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇതും കേട്ടതോടുകൂടി ഈ വല്യച്ഛനും വല്യമ്മയും അമ്മയും അച്ഛനും ഭായിയും ഒക്കെ വായും തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയത്ത് നല്ല മാസ് ഡയലോഗ് അടിച്ചിട്ട് ആരാണ്? നമ്മുടെ ഗുഡ്ലി സ്കൂളിലേക്ക് ഈ ടിഫിനെടുത്ത് പോവാണ്. അപ്പൊ ഇതോടുകൂടി ഗുഡ്ലി തോ പരായി ഹെ എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠം നമ്മൾ നന്നായിട്ട് തന്നെ ലൈവില് പഠിച്ചിട്ടുണ്ട്. എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പൊ നോക്കുക, ഈ പാഠത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യവും എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്താണ്? പോസ്റ്റർ മേക്കിംഗ് ആണ്. അത് നമ്മൾ പഠിച്ചതല്ലേ? അപ്പോ ഈ ലൈവിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. അപ്പൊ ഓക്കെ, ബൈ.